പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാനാണെങ്കിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഓണത്തിന് ഞാൻ എല്ലാ വർഷവും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പ് വാങ്ങാറുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം അത് വാങ്ങാനായിട്ട് പോവുകയും എന്നാൽ എനിക്കത് കിട്ടിയില്ല. ഞങ്ങളുടെ ജംഗ്ഷനിലുള്ള സ്ഥലത്ത് നിന്ന് കടയിൽ നിന്ന് കിട്ടിയില്ല, അതെല്ലാം വിറ്റു. അതായത് ഓണപ്പതിപ്പുകൾ വന്ന ഓണപ്പതിപ്പുകളെല്ലാം വിറ്റുപോയി 2025. അപ്പം അത് അങ്ങനെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇതിന് തൊട്ടുമുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഓണപ്പതിപ്പിനായിട്ട് പോവുകയും പക്ഷേ ഓണപ്പതിപ്പ് കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മാസികകൾ വാങ്ങുകയും ചെയ്തു. അതിൻ്റെ ഹോള് ഞാൻ ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഈ നമ്മുടെ ജംഗ്ഷനിൽ കിട്ടാത്ത പിന്നെ അപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ പോയി അവിടുത്തെ കടകളിലുണ്ടോയെന്ന് നോക്കാം. അപ്പം ഈ 4 ഓണത്തിനാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കടകളൊക്കെ മിക്കവാറും കുറേ കടകളൊക്കെ അവധിയായിരുന്നു. പിന്നെ ഉള്ള കടയിൽ ഓണപ്പതിപ്പ് ഇല്ലതാനും. അപ്പോൾ അവിടെയും ആ ജംഗ്ഷനിലും ഓണപ്പതിപ്പില്ല. അവിടെയും ഞാൻ ഓണപ്പതിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ പോയി ഓണപ്പതിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളി തപ്പാൻ പോയപ്പം സംഭവം ഇല്ല. അതായത് വെളിയിൽ തന്നെ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം. അപ്പം പുള്ളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നു ഇത് എടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ സാധനമില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ ഉണ്ടായിരുന്നു, വിറ്റുപോയെന്ന് പറഞ്ഞു. അങ്ങനെ വിറ്റുപോയി. അപ്പം അവിടെ വെച്ച് ഞാനാണെങ്കിൽ ഓണപ്പതിപ്പിന് ശേഷം, അതായത് 2025 ഓണപ്പതിപ്പിന് ശേഷം തൊട്ടടുത്ത ആഴ്ച വരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അവിടെ കണ്ടു. അപ്പോൾ അത് വാങ്ങുകയുണ്ടായി. അപ്പോൾ ഒരൊറ്റ മാസികയേ ഉള്ളൂ ഈ മാഗസീൻ ഹാളിൽ. അപ്പം അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 7 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, അതായത് 2025 ഓണപ്പതിപ്പിന് ശേഷം വരുന്ന ആഴ്ചപ്പതിപ്പാണിത്. 2025 സെപ്റ്റംബർ 7 വരെയുള്ള മാസിക. അപ്പോൾ കവർ സ്റ്റോറി എന്ന് പറയുന്നത് ബർക്ക ദത്താണ്. ബർക്ക ദത്തുമായിട്ടുള്ള അഭിമുഖമാണ് കവർ സ്റ്റോറി. ബർക്ക ദത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ബർക്ക ദത്ത്. അവരുമായിട്ടുള്ള അഭിമുഖമാണ് കവർ സ്റ്റോറി. കവർ സ്റ്റോറി എന്തിനാണ് ഈ അവതാരകർ ഇങ്ങനെ അലറുന്നത്, അതാണ് കവർ സ്റ്റോറിയുടെ ടൈറ്റിൽ. ബർക്ക ദത്തുമായിട്ടാണ് അഭിമുഖം. പിന്നെ കൂടാതെ 3 ചെറിയ കവർ സ്റ്റോറീസ് ഉണ്ട്. ഉർവശി സംഭാഷണം തുടരുന്നു. അപ്പം ഓണപ്പതിപ്പിൻ്റെ ബാക്കി ഭാഗമായിരിക്കണം അത്. ഡിജിറ്റൽ മൗനം എന്ന സമരമുറ ബി രാജീവനാണ് അത് എഴുതുന്നത്. അയ്യപ്പ പണിക്കരും ഗുലാം ഷെയ്ഖും അത് എഴുതുന്നത് സാവിത്രി രാജീവൻ. അങ്ങനെ 3 ചെറിയ ആർട്ടിക്കിളുകളും കവർ സ്റ്റോറിയുണ്ട്. ഇത്രയാണ് ഉള്ളടക്കം പേജ്. ഇതാണ് മാതൃഭൂമിയുടെ സെപ്റ്റംബർ 7 2025 സെപ്റ്റംബർ 7 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം ഒന്ന് വായിക്കാം. ആദ്യമായിട്ട് ദീർഘസംഭാഷണമാണ്. വാർത്താ അവതാരകർ അലറുന്നത് എന്തിന്. ബർക്ക ദത്തുമായിട്ടുള്ള അഭിമുഖമാണ്. അഭിമുഖം നടത്തുന്നത് മനോജ് മേനോൻ. അടുത്തത് അഭിമുഖമാണ് കേട്ടോ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ ലേറ്റായി വന്നത് എൻ്റെ കുറ്റമല്ലല്ലോ. അത് ഉർവശിയുമായിട്ടുള്ള അഭിമുഖമാണ്. സിനിമാ നടി ഉർവശിയുമായിട്ടുള്ള അഭിമുഖമാണ്. അഭിമുഖം നടത്തുന്നത് ബിജു രാഘവനാണ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് ഓണപ്പതിപ്പിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. തുടരുന്നു. കവർ സ്റ്റോറിയിൽ അങ്ങനെ ആയിട്ടിരുന്നു. അടുത്തത് കവിതകളാണ്. 4 കവിതകളുണ്ട്. അപ്പോൾ 4 കവിതകളുടെ പേരും എഴുതിയ ആൾക്കാരുടെ പേരും വായിക്കാം. അയ്യപ്പ പണിക്കരും ഗുലാം ഷെയ്ഖും എന്ന് പറയുന്നത് ഞാൻ ഓർത്തത് ഒരു ആർട്ടിക്കിളാണെന്ന്. പക്ഷേ ആർട്ടിക്കിളല്ല. അയ്യപ്പ പണിക്കരും ഗുലാം ഷെയ്ഖും എന്ന് പറയുന്നൊരു കവിതയുടെ പേരാണ്. കവിത എഴുതുന്നത് സാവിത്രി രാജീവൻ. അടുത്തത് കാവലാൾ എന്ന കവിത എഴുതുന്നത് MR രാധാമണി. വെളിച്ചം ദുഃഖമോ ആ കവിത എഴുതുന്നത് NG ഉണ്ണികൃഷ്ണൻ. റെഡ് അലേർട്ട് എന്ന കവിത എഴുതുന്നു സച്ചിദാനന്ദൻ പുഴങ്കര. കൂടാതെ ഭൂതവും വർത്തമാനം എന്ന് പറഞ്ഞൊരു സ്ഥിരം പങ്ക്തിയാണ് രാമേന്ദ്ര ഗുഹ എഴുതുന്ന ഇപ്രാവശ്യത്തെ പങ്ക്തി. ലോക ക്രിക്കറ്റിലെ വിശ്വ വഴക്കാളി. അടുത്തത് ഈജിപ്റ്റ് യാത്ര. വരണ്ട സവാനയിൽ കാലവും ഭയക്കുന്ന പിരമിഡുകൾ. ഈജിപ്റ്റ് യാത്രയും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ മുസഫർ അഹമ്മദാണ് ഇത് എഴുതുന്നത്. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളിൻ്റെ സീരീസാണ്. സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ഈജിപ്റ്റ് യാത്ര. അടുത്ത സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നോവൽ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. അത് നോവൽ മറ്റേ TD രാമകൃഷ്ണൻ നോവലും ഇപ്പോൾ സീരിയലൈസ് ചെയ്യാണ്. അതായത് നമ്മുടെ ഫാൻസി സെട്ടിക്കോറയുടെ സെക്കൻഡ് പാർട്ട് കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ആ നോവൽ സീരിയലൈസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബഹുജന സഞ്ചയത്തിൻ്റെ രാഷ്ട്രീയം. ഡിജിറ്റൽ മൗനാചാരണം. ഭാവി രാഷ്ട്രീയത്തിലേക്ക് ഒരു ചൂണ്ടുവിരൽ. ബി രാജീവൻ എന്ന് പറയുന്ന ആൾ എഴുതുന്ന ആർട്ടിക്കിളാണ് ഡിജിറ്റൽ മൗനാചാരണം. അടുത്തത് SK പൊറ്റക്കാടിൻ്റെ സ്മരണയാണ്. SKയും കൊമ്പനാനകളും അത് എഴുതുന്നത് KV രാമകൃഷ്ണൻ. കൂടാതെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു ദക്ഷിണായനം, പുസ്തകക്കുറിപ്പുകൾ, വാക്കുവിത്ത് കുട്ടേട്ടൻ, അക്ഷരം പ്രതി, വെബിനിവേശം, കൊണ്ടാട്ടം.
അപ്പോൾ ഇത് ഇത്രയാണ് സ്ഥിരം പങ്ക്തികൾ. അതിൽ അക്ഷരം പ്രതി എന്നുള്ള പങ്ക്തി കൈകാര്യം ചെയ്യുന്നത് KC നാരായണനാണ്. വ്യഭിനിവേശം എന്ന് പറയുന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്നത് രാമോഹൻ പാലിയത്താണ്. കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് നോവലാണ്, അതും സീരിയലൈസ് ചെയ്ത് വരുന്ന ഒരു ഗ്രാഫിക് നോവലാണ്. അത് സുനിൽ രാജാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ദക്ഷിണായനവും ഒരു സ്ഥിരം പങ്ക്തിയാണ്, അത് കൈകാര്യം ചെയ്യുന്നത് അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഇത്രയാണ് സെപ്റ്റംബർ 7 വരെയുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഉള്ളടക്കം പേജ് 2025. ഇത് കവർ, ബർക്ക ദത്താണ് കവറിലുള്ളത്. അപ്പോൾ ഈ ഒരു മാസിക മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ശരിക്കും ഓണപ്പതിപ്പ് അന്വേഷിച്ച് പോയതാണ്, അടുത്ത ജംഗ്ഷനിൽ പോയതാണ്. അപ്പോൾ ഓണപ്പതിപ്പ് കിട്ടിയില്ല, പകരം ഓണപ്പതിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന മാസികയാണ്, ആഴ്ചപ്പതിപ്പാണ് കിട്ടിയത്. ഓണപ്പതിപ്പ് ഇനിയും കിട്ടുവാൻ സാധ്യത കുറവാണ്, കാരണം ഇപ്പോൾ ഓണം കഴിഞ്ഞ് കുറേ നാളായി. ഞാൻ ഓണത്തിന് മുമ്പേ ഓണപ്പതിപ്പ് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഞാനത് കുറച്ച് മടി കാണിച്ചു, വെളിയിലോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ബട്ട് എനിവേ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് അവർക്കും നന്ദി.